Hello friends, Adi Vlogs മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ചൂരയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ചൂര വെച്ചിട്ട് ഒരു റൈസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊരു ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചൂര വെച്ചിട്ടുള്ള സെക്കൻഡ് റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഒരു ചൂരക്കറിയുടെ വീഡിയോ ഉണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ വരുന്ന ഐ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞങ്ങളതിൽ 2 ഗ്ലാസ് അരിയാണ് ഇട്ടിരുന്നത്. ഞങ്ങളിപ്പോൾ 2 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ മസാല ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചു നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നപ്പോൾ കുതിർത്ത് വെച്ചിരുന്ന 2 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി, ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്താൽ ഇരട്ടി വെള്ളം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ അരമുറി നാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിലോട്ട് ഒഴിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി വേകുന്ന സമയത്ത് തമ്മിൽ ഒട്ടാതിരിക്കാനും പിന്നെ അരിക്കൊരു ലെമണിൻ്റെ ഒരു ഫ്ലേവർ, നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. പത്തിരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് തന്നെ അരി പകുതി തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബിരിയാണിയുടെ റൈസിൻ്റെ ഒരു വേവ് പെട്ടെന്നാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കുതിർത്ത് വെച്ചിട്ടല്ലേ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഒരുപാട് നേരം ഇട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അരിയുടെ വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ ഇത് നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യാനുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് കോരാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് കരിഞ്ഞു പോകാതെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പകുതിയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നെയ്യിലായതുകൊണ്ട്. ഇനി ഇതിലേക്ക് സവോളയും കൂടെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഒന്ന് കളർ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. കുറച്ചുകൂടെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടുന്നതാണ്. ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റും വരും. അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം സെയിം പാനിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിച്ച് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കറിക്കാണ്, ഗ്രേവി ആക്കി എടുക്കാനാണിത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിരുന്ന് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ, അതിൻ്റെ പച്ചയൊക്കെ ഒന്ന് സോട്ടായി കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് മസാലാസാണ് ആഡ് ചെയ്തത്. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം 1/2 സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പച്ചമണം മാറിയതിന് ശേഷം ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ക്യൂബാക്കിയ ഫിഷ് ആണ് എടുത്തത്. ചൂരയാണ് എടുത്തത്, വെള്ളച്ചൂരയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് യോഗട്ടും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫിഷ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിഴുപുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ
നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് കറി നമുക്ക് മാറ്റിയിട്ട് അടിയിൽ കുറച്ച് ഒരു ഗ്രേവിയും 2-3 പീസസും ഒക്കെ ഉള്ള ഒരു കുറച്ച് പോർഷൻ മതി. ഇതിന് മുകളിലായിട്ടാണ് നമ്മളിനി ഓരോ ലെയറായിട്ട് സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഫിഷിൻ്റെ മുകളിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ കുറച്ച് ഫ്രൈഡ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നെയ്യിൽ റോസ്റ്റ് ചെയ്തെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ അടുത്ത ലെയറായിട്ട് കുറച്ച് ഫിഷ് കറിയും കൂടെ വെച്ചു. പിന്നെ കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുത്തു. പിന്നെയും നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ ഇങ്ങനെ ലെയറായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള സാധനം എല്ലാം തീരുന്നവരെ, അതായത് റൈസും ആ ഒരു ഫിഷ് കറിയും ഈ ഒരു മിക്സും തീരുന്നത് വരെ ഞങ്ങളങ്ങനെ ലെയറാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൈനൽ ലെയറും ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിപ്പോൾ ലാസ്റ്റ് ഒരു ഗാർണിഷിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല രീതിയിൽ റോസ്റ്റഡ് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ സ്പ്രിങ്കിൾ ചെയ്തു. അതിനുശേഷം കുറച്ച് നെയ്യ് എല്ലാത്തിൻ്റെയും കൂടെ മുകളിലായിട്ടാണ് ഒഴിച്ചത്, ഓരോ ലെയറിലും ഒഴിച്ചില്ല. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് അവസാനം അടച്ചു വെച്ചിട്ടൊന്ന് നമ്മൾ ദം ചെയ്യുന്നത് പോലെ ഒന്ന് ആവി കയറ്റി എടുക്കും. അപ്പോൾ ഇതെല്ലാം നെയ്യ് എല്ലാ ലെയറിലോട്ടും ചെല്ലും. ചൂട് ചെല്ലുന്ന സമയത്ത് അത് താഴോട്ട് വരാൻ നല്ല രീതിയിൽ വരാൻ പറ്റും. ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മല്ലിയിലയുടെ ഒരു ഫ്ലേവറോടൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നമ്മൾ കറക്റ്റ് ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാവും. എസൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു ബിരിയാണി വീഡിയോസിൽ നമ്മൾ എസൻസ് യൂസ് ചെയ്തിട്ടില്ല. 101% നാച്ചുറലാണ്. നെയ്യ് ഒഴിച്ചാലുള്ള ഹെൽത്തി ഐറ്റവുമാണ് എല്ലാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇങ്ങനെ ഒന്ന് ആവി കയറ്റി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ അത് മാറ്റുകയും ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ആർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. കുറച്ചും കൂടെ എക്സ്പേർട്സ് ഒക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വേറെ ഫിഷുകൾ വെച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നെയ്മീൻ, കൊഞ്ച്, അതുപോലെ എല്ലാ നല്ല ടേസ്റ്റുള്ള ഫിഷ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.